സുജലമായ മുഹൂർത്തങ്ങൾ സമ്മാനിച്ചുകൊണ്ടിതാ ഫാൽക്കൻ സാംസ്കാരിക വേദി അണിയിച്ചൊരുക്കിയ ഈ ഒരു മത്സരം പുരോഗമിക്കുമ്പോൾ ഇതാ ഷാർക്ക് സ്പാരോസ് വെള്ളനാട് ഒരു വൈറ്റ് ബോളിൽ ആദ്യ ബോൾ കലാശിക്കുന്നു. സ്ട്രൈക്കിലിതാ 6 അടി ഹൈറ്റുമായിട്ട് ശ്രീകാന്ത്. മികച്ചൊരു ബോള്, ഒരു മികച്ച ഡെലിവറി എന്ന് പറയാൻ വേണ്ടി ഒരു മികച്ചൊരു ബാളിതാ സ്പാർക്ക് ഷാരോസിന്റെ ഡക്കോർത്തിനെ മുഴുവൻ നിരാശപ്പെടുത്തുവാൻ കഴിവുള്ള മികച്ചൊരു ബൗളിംഗ് പ്രകടനം ഇതാ വിഷ്ണു. അടിക്ക് തിരിച്ചടി, ഇതാ പിടിച്ചോ മോനെ ദിനേശ എന്ന് പറഞ്ഞുകൊണ്ടുതാ ശ്രീകാന്തിന്റെ ആദ്യ സിക്സർ. സ്കോർ ബോർഡിൽ 8 റൺസുകൾ പിന്നിടുന്നു. ചെറിയ 2 ബോളുകൾ എറിഞ്ഞപ്പോൾ 8 റൺസ് സ്കോർ ബോർഡിൽ. ഷാർക്ക് സ്പാരോസ് വെള്ളനാട്. വീണ്ടും മികച്ച ഷോട്ടിന് ശ്രമം, അതൊരു സിംഗിളിൽ കലാശിക്കുന്നു. സ്കോർ ബോർഡിൽ 9 റൺസ് ഷാർക്ക് സ്പാരോസ് വെള്ളനാട്. ഇപ്പോൾ ഇതാ സ്ട്രൈക്ക് പോയിന്റിൽ അരവിന്ദ്. ഡോട്ട് ബോൾ കലാശിക്കുന്നു ഈ മത്സരത്തിൽ. ഇതാ 4 ബോളുകൾ പിന്നിടുമ്പോൾ, ആദ്യ ഓവറിന്റെ 4 ബോളുകൾ പിന്നിടുമ്പോൾ ഷാർക്ക് സ്പാരോസ് 9 റൺസിന് 0 വിക്കറ്റ്. വിഷ്ണുവിന്റെ മികച്ചൊരു ബോള്, അത് അതിർത്തി കടന്നുള്ള ശ്രമം, ഫീൽഡിലൂടെ മികച്ചൊരു സേവിലൂടെ 1 റൺസിൽ കലാശിക്കുമ്പോൾ സ്കോർ ബോർഡിൽ ഷാർക്ക് സ്പാരോസ് 10 റൺസ്. ആദ്യ ഓവറിന്റെ 5 ബോളുകൾ പിന്നിടുമ്പോൾ ഷാർക്ക് സ്പാരോസ് 10 റൺസ്. നല്ലൊരു ബോളിംഗ്, നല്ലൊരു സിംഗ് ബോൾ എന്ന് പറയാം. ആദ്യ ഓവർ പിന്നിടുമ്പോൾ 11 റൺസ്, 1 വിക്കറ്റ് പോലും നഷ്ടപ്പെടാതെ 11 റൺസ് സ്കോർ ബോർഡിൽ ചേരുന്നു. ഇന്റർനാഷണൽ ക്രിക്കറ്റിന്റെ എല്ലാ തരംഗ ശൈലികളും, എല്ലാ സൗഭാഗ്യങ്ങളും, എല്ലാ സന്തോഷങ്ങളും ഇതാ ഫാൽക്കൻ സാംസ്കാരിക വേദിയുടെ 5ാമത് ഫാൽക്കൻ കപ്പിന്റെ ഈ വേദിയിൽ പുരോഗമിക്കുമ്പോൾ 2 ചാമ്പ്യൻ ടീമുകൾ മാറ്റിവെക്കുന്നു. ന്യൂ ബോളർ വിച്ചു. സ്ട്രൈക്കിൽ അരവിന്ദ്. മികച്ചൊരു ഡെലിവറി, അത് വൈഡിൽ കലാശിക്കുമ്പോൾ സ്കോർ ബോർഡിൽ 12 റൺസ്. 2ാമത്തെ ഓവറിലെ ആദ്യ ബോൾ ഒരു മികച്ച ഇൻസിംഗിൾ ഡെലിവറി ആയിരുന്നു. ഇൻസിംഗിലോട്ട് വലിയ പന്തായിരുന്നു. അതൊരു വൈറ്റ് ബോൾ കലാശിക്കുമ്പോൾ എക്സ്ട്രാ റൺസിലേക്ക് 1 റൺസ് കൂടി ചേർക്കുന്നു. ഒരു സൂപ്പർ ഷോട്ട്, ഒരു ബൂം ചിക്ക വവാ, ഒരു സൂപ്പർ ഷോട്ട്, അതൊരു 6 റൺസ് കൂടി സ്കോർ ബോർഡിലേക്ക് ഇതാ ഷാർക്ക് സ്പാരോസിലേക്ക് ചേർക്കുന്നു. സ്കോർ ബോർഡിൽ 1.1 ഓവർ പിന്നിടുമ്പോൾ 18 റൺസ് 0 വിക്കറ്റ്. ഒരു സൂപ്പർ ഷോട്ട്, നല്ല ഫീൽഡിംഗ്, ഒരു സിംഗിൾ റൺസ്.
വീണ്ടും സൂപ്പർ ഷോട്ട് ഗ്രൗണ്ട് ഷോട്ടിലേക്ക് പോകുന്നു. വീണ്ടും ഒരു റൺസ് കൂടി സ്കോർ ബോർഡിലേക്ക് എത്തുന്നു. ഇപ്പോൾ ഷാരോസിന്റെ സ്കോർ ബോർഡിൽ 19 റൺസ് 1.3 ഓവറുകൾ പിന്നിടുന്നു. 20 റൺസ്. ഒരു ഗ്രാൻഡ് ഷോട്ട് എന്ന് പറയാം, നിസ്സംശയം പറയാം. ഒരു ഗ്രാൻഡ് ഷോട്ട്, മികച്ചൊരു ബോള്. ഒരിക്കലും ഫ്രീ ആയിട്ട് കളിക്കാൻ പറ്റുന്ന ബോളല്ല. ഒരു ലെങ്ത് ഡെലിവറിയെ ഈസിയായി സിക്സർ വായിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ സ്കോർ ബോർഡിൽ ഷാരോസ് 26 റൺസ്. സൂപ്പർ ഷോട്ട്, അതൊരു സിംഗിൾ ഡെലിവറി. 1.5 ഓവർ പിന്നിടുമ്പോൾ ഷാർക്ക് സ്പാരോസ് 27-0. വീണ്ടും മികച്ച ഡെലിവറി, സിംഗിൾ. നിശ്ചിതമായ 6 ഓവർ ക്രിക്കറ്റിന്റെ 2 ഓവറുകൾ പിന്നിടുമ്പോൾ ഷാർക്ക് സ്പാരോസ് 28-0. കുട്ടി ക്രിക്കറ്റിന്റെ സർവ്വ സൗന്ദര്യവും ആവാഹിച്ചുകൊണ്ട് ഫാൽക്കൺ സാംസ്കാരിക വേദി അണിയിച്ചൊരുക്കിയ ഫാൽക്കൺ കപ്പ് 2025 ഈ മഹാ വേൾഡ് കപ്പിൽ മാറ്റിരച്ചുകൊണ്ടിതാ സ്പാർക്കിന്റെ ആദ്യ ഇന്നിംഗ്സിലെ 2 ഓവറുകൾ പിന്നിടുമ്പോൾ നിശ്ചിത 2 ഓവറുകളിൽ നിന്ന് സ്പാർക്ക് 28-0. മികച്ച ഡെലിവറി, ഒരു സിംഗിൾ റൺസിൽ അവസാനിക്കുന്നു. ലാൽകൃഷ്ണ, ന്യൂ ബൗളർ ലാൽകൃഷ്ണ ഓഫ് സ്റ്റംപിന് വെളിയിലേക്ക് പന്തിനെ പിച്ച് ചെയ്യിപ്പിച്ചുകൊണ്ട് സർവ നിയന്ത്രണം ഏറ്റെടുത്തുകൊണ്ട് പന്തിനെ തിരിക്കാൻ കഴിവുള്ള ബൗളർ. ഒരു ക്യാച്ചിലേക്ക് അവസാനിക്കുന്നു. ആവേശം സമ്മാനിക്കുവാൻ കഴിവുള്ള ഒരു മത്സരം ഇതാ ഒരു ബ്രേക്ക് ത്രൂവിലേക്ക് പോകുന്നു. ഇതാ അരവിന്ദ് മടങ്ങുന്നു. ടീമിന്റെ സർവനാടി അരവിന്ദ് ഇതാ മടങ്ങുന്നു. ലാൽകൃഷ്ണയുടെ മികച്ചൊരു ബോള്, ഇന്റർനാഷണൽ ക്രിക്കറ്റ് ശൈലി ഇറങ്ങിയൊരു മികച്ചൊരു ഔട്ട് സിംഗർ ഡെലിവറിയാണ്. ന്യൂ ബാറ്റ്സ്മാൻ ഓൺ ദ സ്ട്രൈക്ക്, ജീത്തോ. ഇതാ വിക്കറ്റെങ്കിൽ തിരിച്ചു പിടിച്ചു ആളിയ, അടിക്കടി വീഴ്ചയ്ക്ക് വീഴ്ച എന്ന് പറഞ്ഞുകൊണ്ട് നേരിട്ട ആദ്യ ബോളിൽ സിക്സർ പറത്തിക്കൊണ്ട് ജീത്തോ സ്പാരോസ്. റിവേഴ്സ് സ്വിപ്പിനുള്ള ശ്രമം, അതൊരു ഡോട്ട് ബോൾ കലാശിക്കുമ്പോൾ സ്കോർ ബോർഡിൽ 35-1 ഷാർക്ക് സ്പാരോസ് വെള്ളനാട്. തീർച്ചയായും നല്ലൊരു ബോളിംഗ് പ്രകടനമാണ്. ഈ ഒരു ക്രൂഷ്യൽ ഓവർ, 3ാമത്തെ ഓവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 6 ഓവർ ക്രിക്കറ്റിനകത്ത് 3ാമത്തെ ഓവർ ഒരു കീ ഓവർ തന്നെയാണ്. ആ കീ ഓവറിൽ കൃത്യമായ രീതിയിൽ വിക്കറ്റ് സമ്മാനിക്കുക വളരെ ബുദ്ധിമുട്ടാണ്. വീണ്ടും ഡോട്ട് ബോൾ, ലെഗ് ബൈ സിംഗിൾ. 1 റൺസ് കൂടി സ്കോർ ബോർഡിൽ ചേരുമ്പോൾ 2.5 ഓവർ പിന്നിടുമ്പോൾ ഷാർക്ക് സ്പാരോസിന്റെ സ്കോർ ബോർഡിൽ 36-1. ഈ മത്സരം കഴിഞ്ഞാൽ അടുത്ത മത്സരം ഈ നാട് കാത്തിരുന്ന ഏറ്റവും വലിയ മത്സരത്തിന് ഇന്നിവിടെ തറക്കല്ലിട്ട ഫാൽക്കന്റെ മത്സരമാണ്. ഈ മത്സരം കാണുവാൻ എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. പരാജയപ്പെടുന്നു, ഒരു സിംഗിളിലേക്ക് കടക്കുന്നു. സ്കോർ ബോർഡിൽ 3 ഓവറുകൾ പിന്നിടുമ്പോൾ
37-1 ഷാർക്ക് സ്പാരോസ് വെള്ളനാട്. ആവേശുജലമായ മുഹൂർത്തങ്ങൾ സമ്മാനിച്ച് ഈ നാട് കണ്ട ഏറ്റവും വലിയ കായിക മാമാങ്കത്തിന് ഇന്ന് ഫാൽക്കൺ സാംസ്കാരിക വേദി ഇവിടെ അണിയിച്ചൊരുക്കിയ 5ാമത് ഫാൽക്കൺ സാംസ്കാരിക വേദി ടൂർണമെന്റിന്റെ മത്സരം വളരെ നല്ല രീതിയിൽ പുരോഗമിക്കുമ്പോൾ 2 ചാമ്പ്യൻ ടീമുകൾ മാറ്റിയിരിക്കുന്നു. ന്യൂ ബോളർ അഭിജിത്ത്, ശ്രീകാന്തിന് വിളിച്ചൊരു ഷോട്ട്, അതൊരു മികച്ച ഫീൽഡിങ്ങിലേക്ക് കലാശിക്കുന്നു. മികച്ചൊരു ഫീൽഡിങ്. നിശ്ചിത 36 ബോളുകളാണ് ഈ മത്സരത്തിന്റെ ഒരു ഇന്നിംഗ്സ് നിർണ്ണയിക്കുന്നത്. ആ 36 ബോളുകൾ കിട്ടുന്ന ഡോട്ട് ബോൾ ബെസ്റ്റ് ഫീൽഡിംഗ് ആണ് ടീമിന്റെ ഏറ്റവും വലിയ മുതൽക്കൂട്ട്. ഷോട്ടിന്റെ ശ്രമം, ഒരു ക്യാച്ചിന്റെ ശ്രമം, അതൊരു സിംഗിൾ റൺസിൽ അവസാനിക്കുന്നു. പ്രോഗ്രാമിലാണ് 3.2 ബോളുകൾ പുരോഗമിക്കുമ്പോൾ ആദ്യ ഇന്നിംഗ്സിൽ ഷാർക്ക് സ്പാരോസ് 38-1. മികച്ചൊരു ബോള്. തീർച്ചയായും ഇന്റർനാഷണൽ ക്രിക്കറ്റ് ശൈലിയിൽ ബന്ധറിയുന്ന അഭിജിത്തിന്റെ ഔട്ട്സ്വിങ്ങും എയിംസ്വിങ്ങും മാറ്റി മാറ്റി പ്രതിരോധിയെ കീഴ്പ്പെടുത്തുവാൻ കഴിവുള്ള ഒരു മികച്ച ബോളിംഗ് പ്രകടനം ഇതാ അഭിജിത്ത്. ഒരു നല്ല ബോളിംഗ്, അതൊരു മികച്ച ഫീൽഡിങ്ങിലൂടെ 1 റൺസിൽ കലാശിക്കുമ്പോൾ 4 ബോളുകൾ പിന്നിടുമ്പോൾ 4ാമത്തെ ഓവറിന്റെ 4 ബോളുകൾ പിന്നിടുമ്പോൾ നിസ്സാരം 2 റൺസുകൾ മാത്രം വഴങ്ങിക്കൊണ്ട് അഭിജിത്തിന്റെ മികച്ചൊരു ബൗളിംഗ് പ്രകടനം. ഷോട്ടിന് ശ്രമം, അത് കീപ്പറിന്റെ കയ്യിലേക്ക് പോയാൽ 1 റൺസ് കൂടി സ്കോർ ബോർഡിൽ ചേരുന്നു. 3.5 ഓവറുകൾ പിന്നിടുമ്പോൾ 40-1 ഷാർക്ക് സ്പാരോസ് വെള്ളനാട്. അതാറിലേക്ക് കിടക്കുന്നു. നിസ്സംശയം 6 റൺസ് കൂടി ഇതാ ഷാർക്ക് സ്പാരോസിന്റെ സ്കോർ ബോർഡിൽ ചേരുമ്പോൾ 4 ഓവറുകൾ പിന്നിടുമ്പോൾ 46-1 ഷാർക്ക് സ്പാരോസ് വെള്ളനാട്. തുച്ഛമായ 36 ബോളുകളാണ് ഈ ചെറിയ കുട്ടി ക്രിക്കറ്റിന്റെ എല്ലാ ശൈലിയും നിയന്ത്രിക്കുന്നത്. 36 ബോളുകളിൽ നിന്നും മികച്ചൊരു സ്കോർ നേടുന്ന ടീമാണ് ഇതിലെ വിജയി. ആദ്യ ഇന്നിംഗ്സിൽ ഷാർക്ക് സ്പാരോസിന്റെ ഉജ്ജ്വലമായ ഒരു ഇന്നിംഗ്സാണ് നമ്മൾ കണ്ടുവന്നിരിക്കുന്നത്. ആദ്യ ഓവർ ബൗൾ ചെയ്ത് മികച്ച രീതിയിൽ ടീമിനൊരു ഉന്മേഷം പകർന്ന ബൗളർ ലാൽ കൃഷ്ണ. ആദ്യ ഓവറിൽ 8 റൺസ് മാത്രം കൊടുത്ത ലാൽ കൃഷ്ണ ഇതാ വീണ്ടും 4ാമത്തെ ഓവർ ബോൾ ചെയ്യാൻ തീരുന്നു. വീണ്ടും ഒരു മികച്ച ഷോട്ടിന്റെ ശ്രമം, അതൊരു സിംഗിൾ റൺസിൽ കലാശിക്കുമ്പോൾ ഷാർക്ക് സ്പാരോസിന്റെ സ്കോർ ബോർഡിൽ 47-1 4.2 ബോളുകൾ. വീണ്ടും ഒരു മികച്ച ഡെലിവറി, അതൊരു സിംഗിൾ റൺസിൽ കലാശിക്കുന്നു. 4.3 ഓവറുകൾ പിന്നിടുമ്പോൾ ഷാർക്ക് സ്പാരോസ് 48-1. ഏതു സമയത്തും തിരിച്ചു വരുവാൻ കഴിവുള്ള ശ്രീകാന്ത് എന്ന് പറയുന്ന ഒറ്റയാൾ പോരാളി ഇതാ മുൻനിരയിൽ ഒരു മികച്ച ഷോട്ടിന്റെ ശ്രമം, അതും ഒരു സിംഗിൾ റൺസിൽ കലാശിക്കുന്നു. ഒരു വലങ്കയ്യൻ ബാറ്റ്സ്മാൻ
ഒരു ടോൾമാൻ 6 അടി പൊക്കമുള്ള ഇക്കാലവും ഷാർക്ക് സ്പാരോസിന്റെ മുന്നിനെ പോരാടിയ ശ്രീകാന്ത് 1 പോയിന്റിൽ 14 ബോളുകളിൽ നിന്നും 15 റൺസുമായി നോൺ സ്ട്രൈക്കിൽ നിൽക്കുമ്പോൾ ജിതേഷ് ഷാരോസ് 7 ബോളുകളിൽ നിന്നും 14 റൺസുമായി ഇതാ സ്ട്രൈക്കിലേക്ക് ഒരു ഗ്രാൻഡ് സിക്സർ. അതൊരു അടയാളപ്പെടുത്തേണ്ട സിക്സർ അടിച്ചിരിക്കുന്നു പ്രിയങ്കരനായ ജിതോ ഷാരോസ്. സ്കോർ ബോർഡിൽ ഇതാ ഷാർക്ക് സ്പാർക്ക് 55-ന് 1, 4.5 ഓവറുകൾ പിന്നിടുന്നു. സൂപ്പർ ഷോട്ട്, അതൊരു സിക്സറിലേക്ക് കടാക്ഷിക്കുന്നു. 5 ഓവറുകൾ പിന്നിടുമ്പോൾ ഷാർക്ക് സ്പാരോസ് 61 റൺസ്, 1 വിക്കറ്റ് നഷ്ടത്തിൽ. മികച്ച 2 പാർട്ണർഷിപ്പുകൾ ഏതൊരു ക്രിക്കറ്റ് മത്സരത്തിലാണെങ്കിലും ഒന്നാമതും രണ്ടാമതും മൂന്നാമതും വിക്കറ്റുകൾ നഷ്ടപ്പെടുമ്പോൾ മികച്ച പാർട്ണർഷിപ്പുകളാണ് ക്രിക്കറ്റിനെ അതിന്റെ സൗന്ദര്യമായി മാറ്റുന്നത്. ഇപ്പോൾ ഇതാ 2 ഉഗ്രം പാർട്ണർഷിപ്പ് ബിൽഡ് ചെയ്യാൻ കഴിവുള്ള ബാറ്റ്സ്മാൻമാർ ഗ്രീസിലേക്ക് എത്തിയപ്പോൾ ഈ മത്സരം അതിന്റെ സർവ്വ സൗന്ദര്യവും ആവാഹിച്ചുകൊണ്ട് പുരോഗമിക്കുന്നു. ഇടം കയ്യൻ ബൗളർ വിജിന്റെ ആദ്യ ബോളിൽ ഒരു ബ്രേക്ക് ത്രൂ സമ്മാനിച്ചുകൊണ്ട് വിജിന്റെ മികച്ചൊരു ഡെലിവറിയിൽ ഓപ്പണർ ബാറ്റ്സ്മാൻ ഇതാ തിരിച്ചു മടങ്ങുന്ന ഒരു കാഴ്ചയാണ്. ഇതെന്തുകൊണ്ടും സ്പാർക്കിന് ഒരു പ്രതികൂലമായ അവസ്ഥയാണ്. അവസാന ഓവറിലെ ആദ്യ ബോളിൽ മികച്ച ഓപ്പണർ, മികച്ചൊരു പാർട്ണർഷിപ്പ് ബിൽഡ് ചെയ്ത ബാറ്റ്സ്മാൻ തിരിച്ചു മടങ്ങുന്നു. ഒരു മിഡിൽ ഓർഡർ ബാറ്റ്സ്മാന്റെ കടമ നിർവഹിക്കുവാൻ കഴിവുള്ള, ദൗത്യമേറ്റെടുക്കാൻ കഴിവുള്ള ടീമിന്റെ മുന്നണി പോരാളി ക്യാപ്റ്റൻ മഹേഷിന്റെ നേരിട്ട ആദ്യ ബോളിലെ സിക്സർ. അടുത്ത ബോളിൽ നിസ്സംശയം മഹേഷിന് തിരിച്ചു വന്ന വഴിക്ക് പറഞ്ഞു വിടുന്നു. ആദ്യ ബോൾ ഞാൻ കണ്ടില്ലെന്ന് ബൗളർ പറഞ്ഞപ്പോൾ അടുത്ത ബോൾ നീ കാണണ്ട എന്ന് ബാറ്റ്സ്മാനെ ഓർമ്മിപ്പിക്കുന്ന ഒരു ബൗളിംഗ് പ്രകടനം. സ്ട്രൈക്ക് പോയിന്റിൽ ഇതാ വലങ്കയ്യൻ ബാറ്റ്സ്മാൻ മിഡിൽ ഓർഡറിൽ ഒരുപാട് സംഭാവന ചെയ്ത ശരത്. മൂന്ന് ബോളുകൾ മാത്രം ബാക്കിയിരിക്കെ മികച്ചൊരു ഷോട്ടിനുള്ള ശ്രമം, അതൊരു ഡോട്ട് ബോൾ കലാശിക്കുന്നില്ല. സിംഗിൾ റൺസ് കൂടി സ്കോർ ബോർഡിലേക്ക് സ്കോർ ചെയ്യുമ്പോൾ ഷാർക്ക് സ്പാരോസിന്റെ സ്കോർ ബോർഡിൽ ഇതാ 69 റൺസ്. മിഡിൽ ഓർഡറിന്റെ ഷാർക്ക് സ്പാരോസിന്റെ നെടുന്തൂണ് ജിത്തു. ഒരു ഗ്രാൻഡ് ഷോട്ടിന് ശ്രമം, മികച്ചൊരു ഫീൽഡിംഗ്, അതൊരു ഡോട്ട് ബോൾ കലാശിക്കുന്നു. തുച്ഛമായ 2 ബോളുകൾ മാത്രം ബാക്കി. ഗ്രാൻഡ് ഷോട്ട്, അതൊരു സിംഗിൾ റൺസ് കലാശിക്കുമ്പോൾ സ്കോർ ബോർഡിൽ ഷാർക്ക് സ്പാരോസ് വെള്ളനാട് 73, 5.5 ബോളുകൾ പിന്നിടുന്നു.
മികച്ച ഷോട്ട് കമന്ററി പോയിന്റിലേക്ക് ഒരു ഗ്രാൻഡ് ക്യാച്ച്. ഇതാ ഒരു ഗ്രാൻഡ് ക്യാച്ച് എടുത്തുകൊണ്ട് വിഷ്ണുവിന്റെ മികച്ച ഒരു ഷോട്ട്, ഒരു ക്യാച്ച് ക്യാപ്റ്റന്റെ കരങ്ങളിൽ. അവസാന ബാൾ ഒതുങ്ങുമ്പോൾ ഇപ്പോൾ ഷാർക്കിന്റെ സ്കോർ ബോർഡ് 70 റൺസ്. 6 ഓവർ 36 പന്തുകൾ പിന്നിട്ടപ്പോൾ ഷാർക്ക് സ്പാരോസ് വെള്ളനാട് 70 റൺസ്. ഹലോ, ഈ മത്സരം കഴിഞ്ഞാൽ അടുത്ത മത്സരത്തിനായി ഗോൾഡൻ ഈഗിൾസ് വേഴ്സസ് MST7 തുമ്പോട് ഈ ടീമുകൾ ഒരുക്കങ്ങൾ പൂർത്തീകരിച്ച് റിപ്പോർട്ട് ചെയ്യുക. ഇരു ടീമിന്റെയും ക്യാപ്റ്റൻസ് ടോസ് നിർണയത്തിന് വേണ്ടി റിപ്പോർട്ട് ചെയ്യുക. ഈ മത്സരം കഴിഞ്ഞാൽ അടുത്ത മത്സരത്തിനായി ഗോൾഡൻ ഈഗിൾസ് വേഴ്സസ് MST7 തുമ്പോട് ഇരു ടീമിന്റെയും ക്യാപ്റ്റന്മാർ ടോസ് നിർണയത്തിന് വേണ്ടി റിപ്പോർട്ട് ചെയ്യുക. ഗ്രീൻ വാരിയേഴ്സിന്റെ ഓപ്പണർ സച്ചിയും കണ്ണനും റെഡിയാണ്. മികച്ചൊരു ബോളിംഗ്, ആരോമലിന്റെ മികച്ചൊരു ബോളിംഗ് പ്രകടനം. ആദ്യ ബോൾ തീർച്ചയായും താൻ എന്താണോ ഉദ്ദേശിച്ചത് ആ ദിശയിലേക്ക് തന്നെ ബോളിനെ പിച്ച് ചെയ്യിപ്പിക്കുവാൻ കഴിവുള്ള ഒരു ടോപ്പ് പേസ് ബൗളർ ആരോമൽ. വീണ്ടും ഒരു മികച്ച ഡെലിവറി. അതൊരു ഫീൽഡർ നല്ല മികച്ച രീതിയിൽ ഫീൽഡ് ചെയ്തപ്പോൾ വീണ്ടും ഡോട്ട് ബോൾ ആണ്. MST7 തുമ്പോട് ക്യാപ്റ്റൻ മൈക്ക് പോയിന്റുമായി റിപ്പോർട്ട് ചെയ്യുക. ഫസ്റ്റ് കോൾ. വീണ്ടും ഒരു ഡോട്ട് ബോൾ. മികച്ച ബൗളിംഗ് എന്ന് തന്നെ പറയാം. ആരോമൽ സംബന്ധിച്ച് ആരോമൽ മികച്ച രീതിയിൽ റൈറ്റ് ഹാൻഡ് ബൗളറാണ്. തീർച്ചയായും ഓഫ് സ്റ്റംപിന് പുറത്തേക്ക് ബോളിനെ സ്വിംഗ് ചെയ്യിപ്പിക്കുവാൻ കഴിവുള്ള, നിസ്സംശയം ഒരു നല്ല മികച്ച ഇന്റർനാഷണൽ ക്രിക്കറ്റ് ശൈലിയിൽ ബൗൾ ചെയ്യാൻ കഴിവുള്ള ഒരു ബൗളർ. ആദ്യ 3 ബോളുകൾ ഡോട്ടാക്കി മാറ്റിയിരിക്കുന്നു. ആദ്യം 3 ഡോട്ടായെങ്കിലും 4ാം ബോൾ ഇതാ 6 റൺസ് സ്കോർ ബോർഡിൽ ചേർക്കുന്നു ഗ്രീൻ വാരിയേഴ്സ്. മുപ്പത്തിരണ്ട് ബോളുകളിൽ നിന്നും 65 റൺസ് എന്ന വിജയലക്ഷ്യമാണ് ഗ്രീൻ വാരിയേഴ്സിന് പിന്തുടരേണ്ടതായിട്ടുള്ളത്. 35 ബോളുകൾ 65 റൺസ്.
മികച്ച ബോള്. തീർച്ചയായും ഇന്റർനാഷണൽ ക്രിക്കറ്റ് ശൈലിയിൽ ബോൾ ചെയ്യുന്ന ബൗളർ എന്ന് നിസ്സംശയം പറയാൻ പറ്റുന്ന രീതിയിൽ ആദ്യ ഓവറിൽ തന്റെ ടീമിന് കൊടുക്കേണ്ട ആവേശം അത് മുഴുവൻ സമ്മാനിച്ചുകൊണ്ട് അരവിന്ദ് എന്ന് പറയുന്ന മികച്ചൊരു ബോളിലൂടെ ഇതാ ഫാസ്റ്റ് വിക്കറ്റ് സമ്മാനിച്ചുകൊണ്ട് ടീമിന് 6 ഓവറിന്റെ ഒരു പന്തൂവൽ മികച്ചൊരു വിക്കറ്റ്. ഈ വിക്കറ്റ് തീർച്ചയായും ടീമിന് ആശ്വാസമല്ല, അവിഭാജ്യ ഘടകമാണ്. 6 ഓവറിന്റെ മികച്ച ഡെലിവറി. ആദ്യം 3 ബോൾ ഡോട്ടാക്കി, 4ാം ബോളിൽ സിക്സർ സമ്മാനിച്ചെങ്കിൽ 5ാം ബോളിൽ എതിരാളിയുടെ സ്റ്റംപ് എടുത്തുകൊണ്ട് നീ പോ മോനെ ദിനേശ എന്ന് പറഞ്ഞുകൊണ്ട് ആരോമൽ ഇതാ മത്സരാങ്കണത്തിലേക്ക്. ആദ്യ ഓവർ പിന്നിടുമ്പോൾ ഗ്രീൻ വാരിയേഴ്സ് 6-1. ഗ്രീൻ വാരിയേഴ്സിന്റെ സ്ട്രൈക്ക് പോയിന്റ് ഇതാ കണ്ണൻ. ബൗൾ ചെയ്യാനുമായി മണി. മണിയുടെ മികച്ചൊരു ഡെലിവറി. ആരോമൽ സമ്മാനിച്ച ആദ്യ ബ്രേക്ക് ത്രൂ പിന്തുടർന്നുകൊണ്ടിതാ മണിയുടെ മികച്ച ഓഫ് സ്റ്റംപ് ഡെലിവറിയിൽ കണ്ണന് ആ ബോൾ കാണാൻ പോലും പറ്റിയില്ല എന്ന് പറയാം. തീർച്ചയായും ഈ മത്സരം കഴിഞ്ഞാൽ അടുത്ത മത്സരത്തിനായി മാറ്റുരയ്ക്കുന്ന ഗോൾഡൻ ഈഗിൾസ് വേഴ്സസ് MSD സെവൻസ്. ടോസ് സ്വന്തമാക്കിയ MSD ബൗളിംഗ് തിരഞ്ഞെടുത്തിരിക്കുന്നു. മണിയുടെ വീണ്ടും ഒരു മികച്ച ഡെലിവറി. ഡോട്ട് ബോൾ കലാശിക്കുന്നു. സ്കോർ ബോർഡിൽ ഇതാ ഗ്രീൻ വാരിയേഴ്സ് 1.2 ഓവർ പിന്നിടുമ്പോൾ 7-1. തീർച്ചയായും നല്ലൊരു ബൗളിംഗ് പ്രകടനമാണ് മണി ഇവിടെ സമ്മാനിച്ചുകൊണ്ടിരിക്കുന്നത്. ബാറ്റ്സ്മാനെ സമ്മർദ്ദത്തിലാക്കുന്ന ഒരു ബൗളിംഗ് പ്രകടനം. വീണ്ടും ഒരു നല്ല ബോളിംഗ്. ഫീൽഡിലൂടെ കരയെത്തുന്നു. റൺ സ്കോർ ചെയ്യാൻ എതിർ ടീമിന് സാധിക്കുന്നില്ല. 1.3 ഓവർ പിന്നിടുമ്പോൾ സ്കോർ ബോർഡിൽ ഗ്രീൻ വാരിയേഴ്സ് 7-1. ഏതൊരു സമ്മർദ്ദ ഘട്ടത്തിലും ക്രിക്കറ്റ് മത്സരങ്ങളിൽ തിരിച്ചു വരുവാൻ കഴിവുള്ള 2 ടീമുകളാണ് ഇവിടെ മാറ്റിവെക്കുന്നത്. സൂപ്പർ ഷോട്ട്, സിക്സറിൽ കലാശിക്കുന്നു. ഗ്രീൻ വാരിയേഴ്സിന്റെ സ്കോർ ബോർഡിലെ ഒരു വലിയ സ്കോർ എന്ന് തന്നെ പറയാൻ പറ്റും. ഒരു 6 റൺസിലേക്ക് കടക്കുമ്പോൾ സ്കോർ ബോർഡിൽ ഗ്രീൻ വാരിയേഴ്സ് 13-1 1.4 ഓവറുകൾ പിന്നിടുന്നു. മികച്ച ബൗളിംഗ് ചെയ്തുകൊണ്ട് മണി എന്ന ഒരു 6 അടി പൊക്കമില്ലെങ്കിൽ കൂടി 5.3.4 അടി പൊക്കമുള്ള മികച്ച ബോളുകൾ എതിരാളികൾക്ക് കൺമുമ്പിലേക്ക് എറിഞ്ഞു കയറ്റി വിടാൻ കഴിവുള്ള ഒരു ബോളർ 2ാം സ്പിന്നർ ബോൾ ചെയ്യാനെത്തുമ്പോൾ ഗ്രീൻ വാരിയേഴ്സിന് പേടിക്കേണ്ടതായിട്ടുണ്ട്. ഏത് സാഹചര്യത്തിലും മത്സരം തിരിച്ചു പിടിക്കുവാൻ കഴിവുള്ള ഒരു ബൗളർ. ശ്രമം അതൊരു സിക്സറിലേക്ക് കടക്കുന്നു. വീണ്ടും ഗ്രീൻ വാരിയേഴ്സിന്റെ സ്കോർ ബോർഡിൽ 6 റൺസ് കൂടി കൂട്ടിച്ചേർക്കുന്നു. 19-1 1.5 ഓവർ. തുച്ഛമായ 52 റൺസാണ് 25 ബോളുകൾ ബാക്കി നിൽക്കെ തുച്ഛമായ 52 റൺസ് എന്ന വിജയലക്ഷ്യമാണ് ഗ്രീൻ വാരിയേഴ്സിന്റെ മുമ്പിലുള്ളത്. ഷോട്ട് 6 തുടർച്ചയായി 6-6-6. ആദ്യം 3 ബോളുകൾ
0-1-0 എന്ന രീതിയിൽ പോയെങ്കിൽ അടുത്ത 3 ബോളുകൾ 6-6-6 18 റൺസ്. രണ്ടാം ഓവർ പിന്നിടുമ്പോൾ 19 റൺസിലാണ് രണ്ടാം ഓവർ കലാശിക്കുന്നത്. ആദ്യ 2 ഓവർ പിന്നിടുമ്പോൾ 25-1 ഗ്രീൻ വാരിയേഴ്സ്. നിശ്ചിത 24 ബോളുകൾ, വിജയലക്ഷ്യം 46 റൺസ്. ആരോമലിന്റെ മികച്ച ഡെലിവറി. തീർച്ചയായും ആരോമലിനെ ഒന്ന് പരിചയപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. ഇന്ത്യ സൗത്ത് ആഫ്രിക്ക മത്സരം ഗ്രീൻഫീൽഡ് നടക്കുമ്പോൾ സൗത്ത് ആഫ്രിക്കയുടെ മികച്ച ബാറ്റ്സ്മാൻ മാർക്കത്തിന്റെ വരെ ബൗൾഡാക്കിയ ഒരു ഇന്റർനാഷണൽ ബൗളർ കൂടിയാണ് ഈ പറയുന്ന നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ ആരോമൽ. വലിയ കൈ കൊടുക്കൂ പ്ലീസ്. ബൗളിംഗ് പ്രകടനം, ആവേശജലമായ ഒരു ബൗളിംഗ് പ്രകടനം. തീർച്ചയായും കീ ഓവർ എന്ന് പറയാൻ പറ്റുന്ന 3-ാമത്തെ ഓവറിൽ ടെന്നീസ് ക്രിക്കറ്റിന്റെ വേൾഡ് കപ്പായ ഇൻഡോർ ക്രിക്കറ്റിലെ എമർജിംഗ് പ്ലെയറായി കൂടിയ ഒരു താരമാണ് ആരോമൽ. ആദ്യ ഓവറിൽ സമ്മാനിച്ച ഒരു ബ്രേക്ക് ത്രൂ 3-ാമത്തെ കീ ഓവറിലും അദ്ദേഹം അത് തിരിച്ചു കൊണ്ടുവരുന്നു. മത്സരം ഇതാ അദ്ദേഹം തട്ടകത്തിലേക്ക് തിരിച്ചു പിടിക്കാനുള്ള ഒരു ഉഗ്രശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു. ആവേശജലമായ മത്സരം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. No batsman, Lal Krishna on the strike. മികച്ചൊരു ബൗളിംഗ് പ്രകടനം ആരോമലിന്റെ. ഒരു സിംഗിൾ റൺസിൽ അവ കലാശിക്കുമ്പോൾ ഗ്രീൻ വാരിയേഴ്സിന്റെ സ്കോർ ബോർഡിൽ 26-2. മികച്ച ഡെലിവറി, ഒരു വിക്കറ്റ് കലാശിക്കുന്നു. ആരോമൽ വീണ്ടും ടീമിന് സമ്മാനിക്കുന്ന ഒരു 3-ാമത്തെ വിക്കറ്റ്. ആരോമലിന്റെ വിക്കറ്റ് റിവ്യൂയിലേക്ക് പോകുന്നു. എന്നാൽ കൂടി താൻ എറിഞ്ഞ 1-ാമത്തെ ഓവറിലും 3-ാമത്തെ ഓവറിലും ടീമിന് ആശ്വാസം സമ്മാനിച്ചുകൊണ്ട് ആരോമൽ എന്ന് പറയുന്ന ഒരു മികച്ച ബോളർ ഇതാ ഈ ടീമിന്റെ സ്വന്തമായി സർവ സൗന്ദര്യമായി മാറുന്ന ഒരു കാഴ്ച. ഗ്രീൻ വാരിയേഴ്സിന്റെ സ്കോർ ബോർഡിൽ 26 റൺസുകൾ കൂട്ടിച്ചേർക്കുമ്പോൾ 2.3 ഓവർ പിന്നിടുമ്പോൾ 3-ാമത്തെ വിക്കറ്റ് അതൊരു റിവ്യൂയിൽ കലാശിച്ചിരിക്കുന്നു. വിക്കറ്റ്, 3 വിക്കറ്റുകൾ. ആദ്യ ഓവറിൽ 1 വിക്കറ്റും 3-ാമത്തെ ഓവറിൽ 2 വിക്കറ്റും. തീർച്ചയായും മിഡിൽ ഓർഡർ ബാറ്റ്സ്മാൻ അവരെ പുറത്താക്കുക ഒരു ക്രൂഷ്യൽ ഘടകമാണ്. ആ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് ആരോമൽ മികച്ച പന്തുകൾ സമ്മാനിച്ചുകൊണ്ടുതാ ഈ മത്സരം പുരോഗമിക്കുന്നു. ന്യൂ ബാറ്റർ അഭിജിത്ത് ഓൺ ദ സ്ട്രൈക്ക്. ഒരു ഡോട്ട് ബോൾ. പ്രിയ കായിക താരങ്ങളെ, തീർച്ചയായും നമ്മൾ ഈ ഒരു കായിക പ്രേമിയെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കും. കാര്യം അദ്ദേഹം പറഞ്ഞ എല്ലാ ഓവറുകളിലും ഡോട്ട് ബോൾസ് ആണ് സമ്മാനിച്ചത്, അതല്ലെങ്കിൽ വിക്കറ്റുകളാണ്. വീണ്ടും ഒരു നല്ല മികച്ച ബോളിംഗ് പ്രകടനം. ആരോമൽ 2 ഓവറുകൾ ബൗൾ ചെയ്ത് പിന്മാറുമ്പോൾ 2 ഓവറിൽ 8 റൺസ് മാത്രം വിട്ടുകൊടുത്ത് 3 വിക്കറ്റ്. ആരോമൽ ഒരു കയ്യടി സമ്മാനിക്കൂ പ്ലീസ്. ഗ്രീൻ വാരിയേഴ്സിന് നിശ്ചിത 18 ബോളുകളിൽ നിന്നും വിജയലക്ഷ്യം 44 റൺസ്. ശരാശരി 17 റൺസ് വെച്ചാണ് ഒരു ഓവറിൽ അവർ സ്കോർ ചെയ്യേണ്ടതായിട്ടുള്ളത്. 18 ബോളുകളിൽ നിന്നും 44 റൺസ്.
ന്യൂ ബോളർ നന്ദു സ്പാരോസ്. നന്ദു സ്പാരോസിന്റെ ആദ്യ ബോള് സിക്സർ കടത്തുന്നു. ലതീസ് മലിംഗയുടെ ഒരു ആക്ഷൻ കടമെടുത്തെന്ന് പറയാൻ അവകാശപ്പെടുന്ന നന്ദു സ്പാരോസിന്റെ ആദ്യ ബോളിൽ വളരെ ഈസിയായി സിക്സർ പടത്തിക്കൊണ്ട് അഭിജിത്തിന്റെ ഒരു മുന്നേറ്റം കണ്ടുകൊണ്ടിരിക്കുന്നു. ഗ്രീൻസ് വാരിയേഴ്സിന് ഇനി തുച്ഛമായ 17 ബോളുകൾ 38 റൺസ്. ഇതാ അഭിജിത്ത് എന്ന് പറയുന്ന മുന്നണി പോരാളി മുന്നണിയായി നയിക്കുന്ന ഒരു കാഴ്ച. ഗ്രീൻസ് വാരിയേഴ്സ് ഇനി തോക്കുമോ ജയിക്കുമോ എന്നറിയാൻ 16 ബാളുകൾ 32 റൺസ്. ശരാശരി ഒരു ഓവറിൽ 12 റൺസ് വെച്ച് മാത്രം സ്കോർ ചെയ്താൽ മതിയാകും. തുടർച്ചയായി ബാക്ക് ടു ബാക്ക് സിക്സറിലേക്ക് അഭിജിത്തിന്റെ ഒരു പോരാട്ടം. 5 ബോളുകളിൽ നിന്നും 19 റൺസുമായി അഭിജിത്ത് മുന്നണിയിൽ നിന്ന് ഗ്രീൻസ് വാരിയേഴ്സിന് നയിക്കുന്ന ഒരു കാഴ്ച. നന്ദു സ്പാരോസിന്റെ ആദ്യ 3 ബോളുകൾ അതിർത്തി കണ്ടെത്തിക്കൊണ്ട് 6 റൺസുകൾ ഓരോ ബാളിലും കണ്ടെത്തിക്കൊണ്ട് 18 റൺസുകൾ ഇതാ സ്കോർ ചെയ്ത് മുന്നേറുന്നു. 3.3 ഓവറുകൾ പിന്നിടുമ്പോൾ 45-3 ഗ്രീൻ വാരിയേഴ്സ്. വീണ്ടും ഒരു മികച്ച ഡെലിവറി. സിംഗിൾ റൺസ് കലാശിക്കുമ്പോൾ സ്കോർ ബോർഡിൽ ഇതാ ഗ്രീൻ വാരിയേഴ്സ് 3.5 ബോളുകൾ പിന്നിടുമ്പോൾ 48-3. 3.4 ബോളുകൾ പിന്നിടുമ്പോൾ 48-3. വീണ്ടും ഒരു മികച്ച ഷോട്ട്. നമ്മുടെ കേരളത്തിന്റെ സർവ്വ സൗന്ദര്യമുള്ള തെങ്ങിന്റെ മുകളിലേക്ക് അടിച്ചു കയറ്റിക്കൊണ്ട് വീണ്ടും ഒരു മികച്ച ഷോട്ട്. അത് ലാൽ കൃഷ്ണ ചാപ്സ്. ഉഗ്രം കീപ്പിംഗ് ആണ് കേട്ടോ. മികച്ചൊരു കീപ്പിംഗിലൂടെ അവർ ഡോട്ട് ബോൾ ആക്കുന്നു. 4 ഓവറുകൾ പിന്നിടുമ്പോൾ 54-3 ഗ്രീൻ വാരിയേഴ്സ്. തുച്ഛമായ 12 ബോളുകൾ, വിജയലക്ഷ്യം 17 റൺസ്. ശരാശരി ഒരു ഓവറിൽ 8.5 റൺസിൽ എന്ന മാർജിനിലേക്ക് വിജയലക്ഷ്യത്തിന്റെ മുമ്പിലേക്ക് ഇതാ എത്തിയിരിക്കുന്നു. തീർച്ചയായും കളിയുടെ വിജയം അറിയാൻ പറ്റുന്ന ഓവറാണ്. ഇതൊരു കീ ഓവറാണ്. ഈ കീ ഓവർ ബൗൾ ചെയ്യാൻ എത്തിയിരിക്കുന്ന ബൗളറുടെ പേര് നമുക്കൊന്ന് പരിചയപ്പെടുത്താം. അരവിന്ദിന്റെ ആദ്യ ബോൾ മികച്ച ഡെലിവറി. അതൊരു റൺസ് എടുക്കാൻ സാധിക്കുന്നില്ല. ഡോട്ട് ബോളിൽ കലാശിക്കുന്നു. 11 ബോളുകൾ ബാക്കി നിൽക്കെ ഗ്രീൻ വാരിയേഴ്സിന്റെ വിജയലക്ഷ്യം നിശ്ചിത 17 റൺസ്. വീണ്ടും ഒരു മികച്ച ഡെലിവറി. ഒരു സിംഗിൾ റൺസ് കലാശിക്കുമ്പോൾ ഗ്രീൻ വാരിയേഴ്സിന് 10 ബോളിൽ 16 റൺസ് എന്ന വിജയലക്ഷ്യത്തിലേക്ക്. ആര് വീഴും ആര് വാഴും എന്നറിയാൻ തുച്ഛമായ ഒരു ഫോട്ടോ ഫിനിഷിലേക്ക് മത്സരം കടക്കുമ്പോൾ ഈ നാട് കണ്ട ഏറ്റവും വലിയ ക്രിക്കറ്റ് വേൾഡ് കപ്പായ ഫാൽക്കൺ കപ്പ് 2025 അതിന്റെ സർവ്വ സൗന്ദര്യങ്ങൾ ആവാഹിച്ചുകൊണ്ട് പുരോഗമിക്കുന്നു.
മികച്ച ഷോട്ട്, ഒരു സിംഗിൾ റൺസിൽ സാധിക്കുന്നു. തുച്ഛമായ 9 ബോളുകൾ ബാക്കി നിൽക്കെ ഗ്രീൻ വാരിയേഴ്സിന്റെ വിജയലക്ഷ്യം 15 റൺസ്. ഒരു മികച്ച ഷോട്ട്. തീർച്ചയായും ഇതുപോലുള്ള സമ്മർദ്ദ ഘട്ടങ്ങളിൽ ഇതുപോലെ മികച്ച ഷോട്ടുകൾ പായിക്കുവാൻ കഴിവുള്ള ഏറ്റവും മികച്ച ബാറ്റർമാർ ക്രീസിലുണ്ടെങ്കിൽ എതിരാളികൾ പേടിക്കണം. 2 പ്രാവശ്യമെങ്കിലും മിനിമം പേടിക്കണം. തുച്ഛമായ 8 ബോളുകളിൽ നിന്നും 9 റൺസാണ് ഗ്രീൻസിന്റെ വിജയലക്ഷ്യം. വീണ്ടും ഒരു ഉഗ്രം ഷോട്ടിന് ശ്രമം, ഒരു വൈറ്റ് ബോൾ കലാശിക്കുന്നു. ലെഗ് ബൈ. 7 ബോളുകൾ 8 റൺസ് വിജയലക്ഷ്യം ഗ്രീൻ വാരിയേഴ്സ്. ലാൽ കൃഷ്ണയുടെ ഒരു ഫീൽഡ് മൂവ്മെന്റ് ശ്രമം, അതൊരു ഫീൽഡിങ്ങിലൂടെ 4 റൺസിലേക്ക് കടക്കുമ്പോൾ നിസ്സംശയം പറയാം തുച്ഛമായ ഇനി ഒരു 4 റൺസ് കൂടി മാത്രം മതിയാകും ലാൽ കൃഷ്ണയുടെ ഈ മുന്നണി പോരാളികൾക്ക് ഈ കടമ്പ മുന്നേറി മുന്നോട്ട് പോകുവാൻ. ആറ് ബോളുകൾ 4 റൺസ്. ജിത്തുവിന്റെ ആദ്യ ബോൾ ഒരു വിക്കറ്റ് സമ്മാനിക്കാൻ ജിത്തുവിന് കഴിഞ്ഞില്ല. അതൊരു നല്ല ശ്രമം ജിത്തുവിന് മുതലാക്കാൻ പറ്റിയില്ല. 5 ബോളിൽ നിന്നും 6 റൺസ് എന്നൊരു 4 റൺസ് എന്ന ലക്ഷ്യത്തിലേക്ക് ഗ്രീൻ വാരിയേഴ്സ് കടക്കുന്നു. ഒരു ഫോട്ടോ ഫിനിഷ് മത്സരം ഇതാ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. വീണ്ടും ഒരു ഡോട്ട് ബോൾ, അതൊരു സിംഗിൾ കലാശിക്കുമ്പോൾ തുച്ഛമായ 4 ബോളുകൾ വിജയലക്ഷ്യം 3 റൺസ്. ഗ്രീൻ വാരിയേഴ്സിന് വിജയിക്കുവാൻ 3 റൺസ് കൂടി മതിയാവും. ലാൽ കൃഷ്ണയുടെ ഒരു ഗൺ ഷോട്ടിലൂടെ ഗ്രീൻ വാരിയേഴ്സ് ലക്ഷ്യത്തിലേക്ക് കടക്കുന്ന കാഴ്ച. മിഡിൽ ഓർഡറിൽ ആഭിജിത്തും ലാൽ കൃഷ്ണയും നടത്തിയ ഒരു ചെറുത്തുനിൽപ്പ് അതൊരു പോരാട്ട വീര്യമായി മാറുമ്പോൾ ഗ്രീൻ വാരിയേഴ്സ് മത്സരം സ്വന്തമാക്കുന്ന കാഴ്ച.